ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സാറ്റർഡേ സൺഡേ കൂടെ ഡാൻസ് ഫിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ സൂംബ ക്ലാസ്സിന് ജോയിൻ ചെയ്തു, പക്ഷെ അത് സൂംബ അല്ലായിരുന്നു, ഡാൻസ് ഫിറ്റ്നസ് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് സൂംബയാകുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മടുക്കും. ഒരേ പാറ്റേൺ ആണ്, മ്യൂസിക് ആയാലും സ്റ്റെപ്സ് ആയാലും. അപ്പോൾ ഡാൻസ് ഫിറ്റ്നസ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്സൊക്കെ വ്യത്യാസം ഉണ്ടാവും, പല പല പാട്ടുകൾ നമുക്ക് മാറ്റി ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ കൂടി ക്ലാസ് ഉണ്ട്. അപ്പോൾ 7:30 to 8:30 ആണ് ക്ലാസ് വരുന്നത്. ക്ലാസ് മീൻസ് ഇത് ഇന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ റീൽസാണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. പണ്ട് ഞാൻ കുറേ ടിക്ടോക്കും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇൻസ്റ്റാ റീൽസ് അധികം ചെയ്തിട്ടില്ല, ടിക്ടോക്ക് നന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതിലേക്കൊന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പം എൻ്റെ തടി, ഈ തടി വെച്ച സമയത്ത് നമുക്ക് പല ഡ്രസ്സുകളും ചേരില്ലല്ലോ. അപ്പം ഈ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ചില ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബോറായിട്ട് തോന്നുമെടാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്താൽ ഇതാവൂ എന്നുള്ള ആ ഒരു എൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചു, തടി എന്ന് പറയുന്നത് നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സമയത്ത് വന്നു. ഇപ്പം ഞാനൊരു 2 വർഷം ബാക്കോട്ട് എടുത്ത് നോക്കുമ്പോൾ ഞാൻ തടിയില്ല, എന്നാൽ ഗ്രാജുവലി ഞാൻ തടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ ഞാനിപ്പോൾ 85 kg ഉണ്ട്. അപ്പോൾ എൻ്റെ തടി കുറയുമല്ലോ, കുറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞ മാതിരി എനിക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഓരോ സമയത്ത് ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, പാസ്റ്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ പ്രസൻറ്റിലൂടെ ജീവിക്കുക, പ്രസൻറ്റിൽ ഇഷ്ടപ്പെടാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഒരുക്കി പുറപ്പെട്ടിങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ട്രെയിനറിനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 7:15 ആയപ്പോൾ ഞാനിവിടെ എത്തി. എന്തായാലേ ഒരു പങ്ക്ച്വാലിറ്റി. അയ്യോ, എനിക്ക് വയ്യ. സത്യം പറയാലോ, നിങ്ങളുടെ ആ കമൻസിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് പറയാം. എനിക്കറിയില്ല, അത്രത്തോളം സപ്പോർട്ട്, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അത്രത്തോളം സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് ലാസ്റ്റ് വീഡിയോയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാനും എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് തുറന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ആശ്വാസം കിട്ടി കേട്ടോ. അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലടാ, എന്ത് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ട്രെയിനർ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് പോയി വന്നതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഓക്കെ, ബൈ ബൈ ബൈ. വാവേനൊക്കെ ഉറക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പഴയ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിങ്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസം എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഡിപ്രഷൻ വന്നതിന് ശേഷം എൻ്റെ മൈൻഡിൽ എപ്പോഴും നെഗറ്റീവ് സംഭവങ്ങളായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നത്. ഇതെനിക്ക് പറ്റില്ല, അതെനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ തന്നെ ഡീഗ്രേഡ് ചെയ്യുക. അപ്പം ആരെങ്കിലും, നമ്മളിപ്പോൾ ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ വ്ളോഗറാന്ന് പറയാൻ മടി. കാരണം അവരെങ്ങാനും നോക്കുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് അല്ലേ കാണുന്നത്, പഴയ വീഡിയോസൊന്നും ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ എന്ന് തുടങ്ങി ഫുൾ നെഗറ്റീവ്. ഇപ്പം ഞാനിപ്പം മുമ്പ് ആങ്കറിങ് ചെയ്തിരുന്നു ഏഷ്യാനെറ്റിൽ, പല ചാനലുകളിൽ ഞാൻ ചെയ്തിരുന്നു. അപ്പം ഡാൻസ് പഠിച്ചിരുന്നു, കലാതിലകമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ആരോടും പറയാതെ, അല്ലെങ്കിൽ ഒരു നമ്മളെ തന്നെ ഡിഗ്രേഡ് ചെയ്യാവൂ. ഞാൻ പണ്ട് എന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു, പണ്ട് എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു, ഇപ്പം മുടിയൊക്കെ പോയതാണ്, ഇപ്പം അങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡാൻസ് ഫിറ്റ്നസ് പോയ സമയത്ത് എൻ്റെ ട്രെയിനർ എന്നോട് പറഞ്ഞു, നീ മൊത്തം ഡീഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ് നിന്നെന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ ആലോചിച്ചു ശരിയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടും എപ്പോഴും ജേബ് എപ്പോഴും പറയാറുണ്ട്, നീ എന്തിനാ നിന്നെ ഡിഗ്രേഡ് ചെയ്തത്, നീയായിട്ട് ഒന്നും നിന്നെ നല്ലത് പറയുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ശരിയാണ്, ഞാനിപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും സഡനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തരുന്ന കുറേ മെസ്സേജുകൾ. നെഗറ്റീവ് മെസ്സേജുകൾ അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ്. നെഗറ്റീവ് മെസ്സേജ് വന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം എനിക്കറിയില്ല ഞാൻ എങ്ങനെ പോകുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കുറേ നമ്മുടെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ നെഗറ്റീവ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും കൂടെ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പോസിറ്റീവ് റെസ്പോൺസാണ് ഈ ഒരു സമയത്ത് എനിക്ക് വന്നതുകൊണ്ട് അതെനിക്ക് റിക്കവർ ചെയ്ത് വരാൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. 2, രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുമ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഫ്രഷ് ആയിരിക്കും നമ്മൾ. മറ്റേ നമ്മൾ ഈ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഒന്നിനൊരു മൂഡില്ലായ്മ, ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് വരിക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു. അത് ഒന്നാമത് വൃശ്ചിക മാസമാണ്, ചോട്ടും ശിശോപേട്ടനും ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അപ്പം നോൽമ്പുണ്ട്. ആ നോൽമ്പുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഒരു എനിക്ക് എന്നെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എനിക്ക് എപ്പോഴും കോൺസെൻട്രേഷൻ കിട്ടാത്തൊരു സംഭവമായിരുന്നു ഈ ഡിപ്രഷൻ വന്നതിന് ശേഷം. അപ്പോൾ അത് പ്രെയർ, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ മുന്നിൽ പോയി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല മെഡിറ്റേഷനാണ്. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഏത് റിലീജിയനാണോ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്നെപ്പോലെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥനയോ കോൺസെൻട്രേഷനോ ഒന്നും നമുക്ക് വരില്ല. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അത് ചെയ്യണ്ട, അയ്യോ മതി, വേണ്ട, അങ്ങനെ നാളെ ആവട്ടെ, ഇങ്ങനെ നമ്മളങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളതിനെ എങ്ങനെയെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക, നമുക്കൊരു സമയം കൊടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമയം കൊടുക്കും. ഞാൻ വെറുതെ ഒരു 10 വരെ കൗണ്ട് ചെയ്യും. എനിക്ക് കൗൺസിലിങ്ങിന് പോയപ്പം ആ സാറ് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അതായത് 10 വരെ ഞാൻ കൗണ്ട് ചെയ്യും. 10 വരെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം 9:15, 9:30, 9:45, 10 ഇങ്ങനെ വരെ ഞാൻ പറയാറുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് തന്നെ? അപ്പോൾ ആ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡനായിട്ട് എഴുന്നേറ്റ് വേണം. ആ സഡനായിട്ട് എഴുന്നേൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ 5 കൊടുക്കാം, 10 കൊടുക്കാം, 25 കൊടുക്കാം എന്ന് വിചാരിച്ച് 100 1000 വരെ ഒന്നും എണ്ണി പോകണമെന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലാം വെക്കുക, അലാം കേട്ട് എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ അലാം വെക്കുന്ന പരിപാടി അവിടെ നിർത്തി. ശിശോപേട്ടന് ഓൾറെഡി ഫോണിൽ 5:30 അലാറുണ്ട്. അപ്പം അഥവാ ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ 5:30 ഞാൻ എന്തായാലും എഴുന്നേൽക്കും. അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ അതിന് മുമ്പായിട്ട് ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. മിക്കവാറും ഒരു 3 മണി, 3:30, 4 മണി, 4:30 ഈ പല സമയങ്ങളിലായിട്ട് ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മെഡിസിൻ്റെ പ്രശ്നം കൊണ്ടാണോ എനിക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ലീപ്പി ആയിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ മെഡിസിൻ മാറ്റി എഴുതിയിട്ടുണ്ട് കോമ്പിനേഷൻ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് രാത്രി ഇപ്പം അത്ര ഭയങ്കരമായിട്ട് ഉറക്കം ഇല്ല. ഇപ്പം ആ ഭയങ്കര സ്ലീപ്പി മൂഡൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ടയർഡ്നെസ്സും അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ മെഡിസിൻ്റെതാവാം, ചിലപ്പോൾ ഞാനിപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ബോഡി സ്വെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബോഡി സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് പല ഹോർമോൺ ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ വരും. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഹോർമോൺസൊക്കെ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അതിൻ്റെയൊക്കെ ഹോർമോൺസിൻ്റെ പേരൊക്കെ എനിക്ക് അറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കൊക്കെ മറന്നുപോയി. അപ്പോൾ നമ്മൾ ബോഡി സ്വെറ്റ് ചെയ്യുമ്പം നമ്മൾ നല്ല ഹോർമോൺസൊക്കെ നമ്മളെ ബോഡിയിൽ വരും. അപ്പം ഹാപ്പി ഹോർമോൺസ് നമ്മളിപ്പോൾ ടാബ്ലറ്റിലൂടെ ഇൻടേക്ക് എടുക്കുന്നതിനേക്കാളും നമ്മൾ
നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒരു ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ലൈഫിൽ കുറേ ടൈം ഉണ്ടായിരുന്നു എനിക്ക്. ആ ടൈമിനെയൊക്കെ ഞാനൊന്ന് ചുരുക്കി പിടിച്ചു, മാക്സിമം എൻഗേജ്ഡ് ആക്കി വെക്കാൻ തുടങ്ങി. ഇപ്പം ഈ സാറ്റർഡേ സൺഡേ ഞാൻ പോകാമെന്ന് തീരുമാനിക്കാൻ തന്നെ കാരണം, സാറ്റർഡേ സൺഡേ ഞാൻ ഇപ്പം ലീവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതിനും നല്ല സാറ്റർഡേയും സൺഡേയും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് വർക്കൗട്ട് വരുമല്ലോ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഫുഡിൽ നല്ല കൺട്രോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ഉണ്ടായിരുന്നു ഫുഡിനോട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഡയറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 3 കിലോ ഞാൻ കുറഞ്ഞു കേട്ടോ. 88 kg ഉണ്ടായിരുന്നു, ഇപ്പോൾ 85 kg എത്തിയിട്ടുണ്ട്. ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിന് ഞാൻ സ്ട്രെസ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ട്രെസ്സ് വരുന്നുണ്ടെന്നൊന്നും ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈവൺ അത് ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ഒരു പീസ് മാത്രം കഴിക്കും. അതിൻ്റെ കൂടെയുള്ള സാധനങ്ങളൊന്നും, അതായത് ഇപ്പം മയോണൈസോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ കുബൂസ്, പൊറോട്ട, ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാണ്ട് ആ പീസ് മാത്രം എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാൻ ചെറിയ രീതിയിൽ ഞാൻ എനിക്ക് സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും സ്വീറ്റ്സ്, ചോക്ലേറ്റ്, കേക്കൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഞാൻ വായിൽ വയ്ക്കും. അപ്പോൾ ഞാൻ കഴിച്ചു എന്നുമായി. അപ്പോൾ എനിക്ക് സ്ട്രെസ്സും ഇല്ല. മറ്റേത് അത് കഴിക്കാതിരിക്കുമ്പം നമുക്ക് അതിനോടുള്ള ഒരു നുണയും കൊതിയും വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്നതിന് തുല്യമാണത്. എന്നാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സ്ട്രെസ്സും ഉണ്ടാവും. അപ്പം ഞാനിത് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. ഈ അവസ്ഥയിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാനിപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് അതുപോലെ ചിരിക്കാൻ ഞാൻ മറന്നു പോയിരുന്നു. സത്യത്തിൽ ചിരിക്കുക എന്ന് പറഞ്ഞതേ മറന്നു പോയിരുന്നു. അപ്പോൾ അത് എന്നെ പഠിപ്പിച്ചത് സേബയാണ്. അതായത് നീ ഇപ്പോൾ ചിരിക്കുന്നില്ല, നീ ഇപ്പം എത്ര അറിയാത്ത ആൾക്കാരാണെങ്കിലും നീ വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു നോക്കുക. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്കും ആ റിയാക്ഷൻ വരും, അവർക്കും നമുക്കൊരു ഇത് വരും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണ്, കാരണം ഞാൻ ചിരിക്കാൻ മറന്നു പോയിരുന്നു. അപ്പം നമ്മളെന്താ വെച്ചാൽ ഇപ്പം എന്നെ കാണുമ്പം പൊതുവേ ഉള്ളൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു ജാടക്കാരിയാണെന്നുള്ള ഒരു ലുക്കാണ്. അത് നമുക്ക് ഓരോ ആൾക്കാരുടെ മുഖത്തിന് കിട്ടുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ എന്നെ പൊതുവെ എല്ലാവരും പറയും, ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിട്ട് ഭയങ്കര ജാടയാണ്, പക്ഷെ അല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പിന്നീട് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്നുള്ളൊരു ഫീല് ഓപ്പോസിറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാവും. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ മിണ്ടാനൊന്നും മടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ നന്നായി ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ്, പക്ഷേ ഇടയ്ക്ക് അതൊക്കെ വിട്ടുപോയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാറ്റിയ കാര്യങ്ങളാണ്. അതെൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് തന്നു. ഭയങ്കര ഹാപ്പിയായി, ആക്റ്റീവായി. ഇതിനിടയിൽ ഞാൻ പറഞ്ഞ പോലെ എന്നെ ഇങ്ങനെ ബാക്കോട്ട് വലിക്കുന്നുണ്ടാരോ, പക്ഷെ ബാക്കോട്ട് വലിക്കുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സംഭവത്തിൽ നമുക്കൊരു സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഒന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരില്ല. നമ്മളായിട്ട് തന്നെ നമ്മളെ പ്രഷർ കൊടുത്ത് പുഷ് ചെയ്ത് ഇതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് ചെയ്യുക, അതുപോലെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോകാം. ജിമ്മിൽ ഞാൻ നേരത്തെ പോയിരുന്നത്, പക്ഷേ അതൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. എന്ത് കാര്യം ഞാൻ വിചാരിച്ചാലും ബ്രേക്ക് ആവില്ല. അതിനിടയ്ക്ക് ഞാനിപ്പം യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച അച്ഛനെ സുഖമില്ല, അതായി, പിന്നെ അച്ഛൻ്റെ മരണം വന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് റെഗുലറായി വന്നപ്പോഴത്തേക്കാണ് എൻ്റെ കാല് ലിഗ്മെൻ്റ് ഒന്ന് ഇതായി. അപ്പോൾ അതുപോലത്തെ പല കാര്യങ്ങൾ നമുക്കിടയിൽ വന്നു. ഇപ്പോൾ ഇന്നലെ എനിക്ക് നല്ല തലവേദനയും ജലദോഷവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ സൗണ്ടൊന്നുമില്ല. ഞാൻ 2:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നോക്കുമ്പോൾ സൗണ്ടൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ പോയി കിടന്നു. അപ്പം പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കണം. അപ്പോൾ അതിലും നല്ലത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാം. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ചേഞ്ചസ് അല്ലെങ്കിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതും എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഇന്നുവരെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു.